ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഈ ചോതി നക്ഷത്രക്കാരുടേതായിട്ടുള്ള ബാല്യകാലം കുറച്ചൊക്കെ വിഷമാവസ്ഥകളിലൂടെ കടന്നു പോകുമെങ്കിലും തൻ്റേതായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൽ ആരോടും തന്നെ കടപ്പാടില്ലാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ കഠിനമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ ചോതി നക്ഷത്രക്കാർ. നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരായിട്ടുള്ള ഈ ചോതി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ജന്മരാശ്യാധിപനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ സുഖസ്ഥാനത്തും 5-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ വ്യാഴത്തിൻ്റേതായ സർവേശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ 5-ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട്. ഈ ഫെബ്രുവരി മാസത്തിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്താൻ സാധിക്കുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ സുഖസ്ഥാനത്തും പിന്നീട് 5-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് ഈ വ്യാഴം നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. തൊഴിൽപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് നിന്നുകൊണ്ട് നിവൃത്തി സ്ഥാനത്തേക്ക് ഈ ചൊവ്വ നോക്കുന്നതും ഭാഗ്യാധിപതിയായിരിക്കുന്നതായ ബുധൻ്റെ അനുകൂല സ്ഥിതിയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, 6-ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ ദൃഷ്ടി ദുരിതസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടും 5-ാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഈ ഫെബ്രുവരി മാസത്തിൽ വളരെ നല്ലതാണ്.